ഇതാ രാവിലെ തന്നെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് പണിയുണ്ടാക്കാൻ. യാമിനി ആരാ നോക്ക്. ആ ഞാൻ ഡോക്ടർ ശ്യാംകുമാർ. വർമ്മ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ ഡോക്ടർ വരും, ഞാൻ പ്രതാപേട്ടനെ വിളിക്കാം. ആ ശരിട്ടാ, ഇത് ഡോക്ടർ ശ്യാംകുമാർ. ഡോക്ടറെ എനിക്കറിയാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഇരിക്കും. നിങ്ങള് വർമ്മ സാറിന്റെ? ഞാൻ പ്രതാപവർമ്മയുടെ ചേച്ചി അംബിക വർമ്മ. ആ ഇതെന്റെ അനിയൻ ശേഖരൻ. ആ അല്ല, പ്രതാപന്റെ ഡോക്ടറാണോ? അല്ല, ഞാൻ വർമ്മ സാറിന്റെ ഒരു ഫാനാ. ഇതുവഴി പോയപ്പോ സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ വന്നത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ എന്താ രാവിലെ? ഞാൻ ഈ വഴിയാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോ സാറിനെ ഒന്ന് കാണാമെന്ന് കരുതി. ഡോക്ടർ വരൂ, നമുക്ക് റൂമിൽ സംസാരിക്കാം. പ്രതാപൻ ഗസ്റ്റിനെയൊന്നും അവന്റെ റൂമിലേക്ക് കയറ്റാറില്ലല്ലോ. പിന്നെന്താ ഇയാളെ? ഞാനാ രുക്മിണി, അംബിക വർമ്മ. ആ മനസ്സിലായി അംബികെ, പറഞ്ഞോളൂ. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം പറയാനാ ഞാനിപ്പോ വിളിച്ചേ. എന്താ അംബികെ, വേഗം പറഞ്ഞോ. നമ്മുടെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ ചില സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് നല്ലതല്ലേ? ആ രാജുവിന്റെ വീടിപ്പോഴേ ഒരു മരണ വീട് പോലെയായി. ആ രതിക ആകെ തകർന്നതുപോലെയായി. ആ വിക്കറ്റേ ഇപ്പൊ ക്ലീൻ ബൗൾഡ്. ഋതിക തറന്നോ? എന്താ അംബികെ കാരണം? പ്രശ്നങ്ങൾ പലതുണ്ട്, അത് ഞാൻ പറയാം. ഹോ, എന്റെ ദൈവമേ, അവളുടെ തലക്കിട്ട് എന്നെ കൊടുത്തല്ലോ ദൈവം. ദേ, അതാണ് ദൈവം. കൃത്യമായിട്ട് പണി കൊടുത്തു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. അവസരം ഇപ്പൊ അനുകൂലമായിട്ട് വന്നിരിക്കുക. ഈ സമയത്ത് രുക്മിണി പതുക്കെ സേവ കൂടി അവരുടെ വീട്ടിലേക്ക് കയറണം. പിന്നെ പണി അങ്ങ് തുടങ്ങ. ശരി അംബികെ. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി. ആ അമ്മണിക്കളവിയില്ലേ, ഒരു കാര്യത്തിലും അടുപ്പിക്കരുത്, സൂക്ഷിക്കണം. 10 തലയാ അവർക്ക്. അല്ലെങ്കിലും ആ ശവത്തിനൊന്നും ഞാൻ അടുപ്പിക്കില്ല അംബികെ. എന്നാ തുടങ്ങിക്കോ. ഓൾ ദി ബെസ്റ്റ്. ആ ശരി അംബികെ. എന്തായാലും ആ സ്ത്രീയെ എനിക്കൊന്ന് കാണണം. ഏത് സ്ത്രീ? എനിക്ക് നശിച്ച ഈ ജന്മം തന്ന ആ സ്ത്രീയെ, പത്മാവതിയെ. അങ്ങനെയൊന്നും പറയില്ലരുത്. പറഞ്ഞല്ല എന്താ കുഴപ്പം? അവരെ വിളിക്കേണ്ട ലാംഗ്വേജ് ഇതൊന്നും അല്ല. എന്തായാലും എനിക്ക് അവരെ ഒന്ന് കാണണം. രാജുവിനറിയാലോ അവരെവിടെയാ താമസിക്കുന്നതെന്ന്. അഡ്രസ് പറഞ്ഞാ മതി, ഞാൻ പോയി കണ്ടോളാം. അതൊന്നും വേണ്ടരുത്. വേണം. എനിക്ക് അവരോട് 2 വാക്ക് സംസാരിക്കണം.
അവരുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ ചോദിക്കണം. എന്ത് ചോദിക്കാൻ? ഇതെല്ലാം മറ്റൊരാൾ പറഞ്ഞ കാര്യ. അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇങ്ങനെ എടുത്തു ചാടുന്നത് ശരിയല്ല ഋതു. എടുത്തു ചാട്ടോ? ഒരാള് കുറ്റസമ്മതം നടത്തുകയും ഒന്നിലധികം പേര് വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യം സത്യമല്ലതാവൂ. അതുകൊണ്ട് ഞാൻ അവരെ കാണും, ചിലത് ചോദിക്കുകയും ചെയ്യും. അത് വേണ്ട ഋതു. ആ പാവത്തിനോട് ദേഷ്യപ്പെടാ അവർക്കത് സഹിക്കാനാവില്ല. പാവോ? അവരോ? നല്ലവരിൽ നല്ലവനായ ഒരു മനുഷ്യനെ ചതിച്ച ആ സ്ത്രീയാണോ രാജു പാവെന്ന് പറയുന്നത്? അവര് ദുഷ്ടയാ, ദുഷ്ട. അവരെവിടെയാ താമസിക്കുന്നതെന്ന് പറഞ്ഞാ മതി, ഞാൻ പോയി കണ്ടോളാം. ഈ ഒരു സിറ്റുവേഷനില് ഞാൻ പറയില്ല. വേണ്ട, രാജു പറയണ്ട.